ക്രിസ്മസ് കാലമാണ്. നാടെങ്ങും ക്രിസ്മസ് ആഘോഷങ്ങളാണ്. എല്ലാവരും എല്ലാ മതക്കാരും ഒരുമയോടെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ അത് കണ്ട് സഹിക്കാത്ത ഒരു കൂട്ടർ ഈ നാട്ടിലുണ്ട്. അതാരാണെന്ന ചോദ്യത്തിന് എല്ലാവർക്കും അറിയാം. അത് സംഘപരിവാറാണ്. ആ ക്രിസ്മസ് ആഘോഷങ്ങളോട് അസഹിഷ്ണുത പുലർത്തുന്നവർ നമ്മുടെ നാട്ടിലും, നേരത്തെ നോർത്തിലൊക്കെ പറഞ്ഞു കേട്ട സംഘപരിവാറിൻ്റെ ആ അസഹിഷ്ണുത നമ്മുടെ നാട്ടിലും ഈ ക്രിസ്മസ് കാലത്ത് കാണാൻ കഴിഞ്ഞു എന്നതാണ് ഗൗരവതരമായ ഒരു പ്രത്യേക സാഹചര്യം. ഏതായാലും ഒരു വശത്ത് പ്രധാനമന്ത്രി മെത്രാന്മാരുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കുന്നു. പക്ഷേ മറുവശത്ത് ക്രൈസ്തവർക്കെതിരെ സംഘപരിവാർ നടത്തുന്ന ഈ അതിക്രമങ്ങളെക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. ക്രിസ്മസ് ദീപങ്ങൾ എത്രയോ നേരത്തെ അണഞ്ഞുപോയ മണിപ്പൂരിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. പ്രധാനമന്ത്രിയുടെ ഇരട്ടത്താപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാട്, അതിനെതിരെ സംസാരിക്കാൻ ചിലരെങ്കിലും രംഗത്ത് വരുന്നുണ്ട് എന്നത് ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുകയുണ്ടായി. ഇത്തരം സംസ്കാരശൂന്യരെ സമൂഹത്തിൻ്റെ പുറത്തേക്ക് മാറ്റി നിർത്തി എല്ലാവരും ഒരുമയോടെ ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ യുഹാൻ മിലിത്തിയോസ് മെത്രാപ്പോലിത്തയെ പോലുള്ളവരൊക്കെ ശക്തമായ നിലപാട് പ്രധാനമന്ത്രിയുടെ സമീപനത്തിനെതിരെയും സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴും മൗനം പുലർത്തുന്ന ചിലർ നമ്മുടെ ഇടയിൽ ഇപ്പോഴുമുണ്ട്. ഏതായാലും ഈ വിഷയം ഈവനിംഗ് ഡിബേറ്റിൽ ചർച്ച ചെയ്യുന്നു. ഒപ്പം തന്നെ ക്രിസ്മസ് കാലത്തെ സർക്കാരിൻ്റെ വിപണി ഇടപെടലിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ സംഘപരിവാർ നടത്തിയ അക്രമങ്ങളെ മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. മതവിശ്വാസത്തെ അപരവിദ്വേഷത്തിൻ്റെ ഹേതുവായി മാറ്റാൻ ചില ക്ഷുദ്രവർഗീയ ശക്തികൾ ശ്രമിക്കുന്നു. മതവിശ്വാസങ്ങളെ മറ്റുള്ളവരെ വെറുക്കാനും അകറ്റാനുമുള്ള സങ്കുചിത ചിന്തകളാക്കി പരിവർത്തനം ചെയ്യുന്ന വർഗീയ ശക്തികളെ കേരളത്തിൻ്റെ പടിക്ക് പുറത്തു നിർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു മതവിഭാഗത്തിന്റെ ആഘോഷങ്ങളിൽ മറ്റുള്ളവരും ഒത്തുചേരും. ഇതു കേരളത്തിന്റെ പാരമ്പര്യമാണ്. മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും അവരുടെ സന്തോഷങ്ങൾ തന്റെ സന്തോഷങ്ങളായി കാണാനുമുള്ള വിശാലത മലയാളിയുടെ പ്രത്യേകതയാണ്. എന്നാൽ അതിനെ ദുർബലപ്പെടുത്താനും മതവിശ്വാസത്തെ അപരവിദ്വേഷത്തിന്റെ ഹേതുവായി മാറ്റാനും ചില ക്ഷുദ്ര വർഗീയ ശക്തികൾ ഇന്ന് കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ സംഘപരിവാർ നടത്തിയ ചില ആക്രമണങ്ങൾ ആ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കേരളത്തിനും മലയാളികൾക്കും അപമാനമായി മാറുന്ന ഈ സംസ്കാരശൂന്യർക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അവരെ ചെറുക്കാനും ഈ നാടിന്റെ യഥാർത്ഥ സത്തയെ സംരക്ഷിക്കാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. യേശുവിന്റെ ത്യാഗം എല്ലാ മനുഷ്യർക്കും ലോകത്തിന്റെ നന്മയ്ക്കും വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മതവിശ്വാസങ്ങളെ മറ്റുള്ളവരെ വെറുക്കാനും അകറ്റാനുമുള്ള സങ്കുചിത ചിന്താഗതികളാക്കി പരിവർത്തനം ചെയ്യുന്ന വർഗീയ ശക്തികളെ കേരളത്തിന്റെ പടിക്കുപുറത്തു നിർത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ ജന്മദിനം മാനവികതയുടെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങളിൽ മുഖരിതമാകട്ടെയെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിലടക്കം ക്രിസ്മസ് ആഘോഷങ്ങൾ തടയാൻ സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുന്നതിനിടെ ബിഷപ്പുമാർക്കൊപ്പമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് ആഘോഷത്തെ വിമർശിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രാപ്പോലിത്ത യുഹാനോൻ മിലിത്തിയോസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം പ്രധാനമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. കേരളം ഉൾപ്പെടെ പലയിടത്തും ക്രിസ്മസ് ആഘോഷങ്ങൾ തടയുകയും അതേസമയം ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്യുന്ന BJPയുടെ ഇരട്ടത്താപ്പിലാണ് വിമർശനവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രോപ്പൊലീത്ത യുഹനോൻ മിലിത്തിയോസ് രംഗത്തു വന്നത്. അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, പുൽക്കൂട് വന്ദിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു. ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ, അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു. BJPയുടെ ഇരട്ടത്താപ്പാണ് ഇത് കാണിക്കുന്നത്. രാജ്യത്ത് സവർണ ഹിന്ദുത്വം മതിയെന്ന സവർക്കറുടെ നിലപാട് തന്നെയാണ് പ്രധാനമന്ത്രിക്കെന്നും അദ്ദേഹം കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. മലയാളത്തിൽ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഒരേ സമയത്ത് തന്നെ ഈ നേതൃത്വത്തെ പ്രീതിപ്പെടുത്തി കൂടെ നിർത്താൻ ശ്രമിക്കുകയും അതേസമയം തന്നെ പ്രാദേശിക തലത്തിൽ അവരുടെ കീഴിലുള്ള ആളുകളെ, പ്രസ്ഥാനങ്ങളെ, ആരാധനാലയങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പറയില്ല. കാരണം അദ്ദേഹത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യവും ഈ കീഴ്ഘടകങ്ങൾ ചെയ്യുന്നത് തന്നെയാണ്. മണിപ്പൂര് എത്രയായിരം ആളുകളാണ് കഷ്ടത അനുഭവിക്കുന്നത്. ഇതുവരെ അവിടെ ഒന്ന് പോകാനോ ആ ആളുകളെ സംബോധന ചെയ്യാനോ ആ പ്രശ്നത്തിനൊരു പരിഹാരം തേടാനോ ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കില്ല. കാരണം സാധിക്കില്ല എന്ന് പറയുന്നത് മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടയാൻ ശ്രമിച്ച വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു.
പാലക്കാട് ജില്ലയിലെ തന്നെ തത്തമംഗലത്ത് പുൽക്കൂട് തകർത്ത സംഭവം ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ഡൽഹിയിലെ കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആസ്ഥാനത്ത് നടന്ന ക്രിസ്മസ് ആഘോഷ പരിപാടികളിൽ നരേന്ദ്രമോദി പങ്കെടുത്തത്. കൈരളി ന്യൂസ്, തൃശൂർ. ക്രിസ്തീയ സഭകൾ ആക്രമിക്കപ്പെടുന്നതിൽ ആശങ്കയുണ്ടെന്ന് ബസേലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ പറഞ്ഞു. മോദിയുടെ ക്രിസ്മസ് വിരുന്നിനെ പറ്റിയുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്നുള്ളത് കൊണ്ട് അതിന് ആശങ്കകൾ ഉണ്ടാകുക സാധാരണമാണ്. പലപ്പോഴും വ്യത്യസ്തമായിരിക്കുന്ന രീതിയിൽ അതിനെ വാദമുഖങ്ങളായിട്ട് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സഭയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക നിലപാടില്ല. ഞാൻ നേരത്തെ പല പ്രാവശ്യവും നിങ്ങളിവിടെ വന്നിട്ടുള്ള സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നേതാക്കന്മാരോടും സഭയ്ക്ക് ഒരു സമദൂര സമീപനമാണുള്ളത്. അതേസമയം തന്നെ പാലക്കാട് ചിറ്റൂരിലെ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തടഞ്ഞ സംഘപരിവാർ നടപടി കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണെന്ന് പാലക്കാട് രൂപത. ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള വെല്ലുവിളികളാണ് ഇത്തരം ആക്രമണങ്ങളെന്നും പാലക്കാട് രൂപത പറയുന്നു. കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും രൂപത സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി അഭിജിത്ത് പാലക്കാട് നിന്ന് ചേരുകയാണ്. അഭിജിത്ത്, കഴിഞ്ഞ ദിവസമാണ് നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് കാരലിന് നേരെ സംഘപരിവാറിന്റെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകരുടെ അതിക്രമം ഉണ്ടാകുന്നത് തടയാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടത്. അതിനുശേഷം ചിറ്റൂരിൽ സ്കൂളിൽ പുൽക്കൂട് തകർക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ രീതിയിലുള്ള ആക്രമണങ്ങളെ കരുതിക്കൂട്ടിയുള്ള നടപടികളെന്നാണ് ഇപ്പോൾ പാലക്കാട് രൂപത വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ രൂപത സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? ശരി, ഞാൻ അഭിജിത്തിലേക്ക് വരാം. ഏതായാലും പാലക്കാട് രൂപതയുടെ ഒരു നിലപാടാണ് നമ്മൾ അതിൽ കാണാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തിരക്കുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വശത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നു, പ്രധാനമന്ത്രി അതിൽ പങ്കുചേരുന്നു. പക്ഷേ മറുഭാഗത്ത് ക്രൈസ്തവർക്കെതിരെ രാജ്യമെമ്പാടും വലിയ തോതിൽ അതിക്രമങ്ങൾ നടക്കുന്നു. അതിനെതിരെ ഒരു വാക്ക് പോലും പ്രധാനമന്ത്രി പറയാൻ തയ്യാറാകുന്നില്ല എന്ന ഒരു ദുഃഖകരമായ ഇരട്ടത്താപ്പ് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ശക്തമായ നിലപാട് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ വിവിധ പിതാക്കന്മാരടക്കം സ്വീകരിക്കുന്നു. നമ്മളിപ്പോൾ കണ്ടതാണ്. ഷീജ തിരുവനന്തപുരത്ത് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി. ഷീജ, അതായത് ഒരു വശത്ത് പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു, പക്ഷേ മറുഭാഗത്ത് ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ മിണ്ടാതിരിക്കുന്നു, മൗനം പാലിക്കുന്നു. ശക്തമായ വിമർശനം കേരളത്തിലടക്കമുണ്ടായ സംഘപരിവാർ നീക്കങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ്. ഇത്തരത്തിലുള്ളവരെ സമൂഹത്തിന് പുറത്തു നിർത്തി ഒരുമയോടെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കണം. ഇവരെ പോലുള്ളവർക്ക് സമൂഹത്തിൻ്റെ പുറത്തായിരിക്കണം സ്ഥാനം എന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹം ഉറപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് ഈ ക്രിസ്മസ് ദിനത്തിൻ്റെ തൊട്ടുതലേന്ന്. തീർച്ചയായും മനു, ഏതായാലും ഇന്ന് രാത്രി ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയാണ് ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന വ്യാപകമായി പലയിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ സംഘപരിവാർ ശക്തികൾ ഇതിനെതിരെ അക്രമം അഴിച്ചുവിടുന്നത്. ഏതായാലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അതായത് കേരളം എന്ന് പറയുന്നത് എന്നും ഒരു മതത്തിൻ്റെ ആഘോഷം എന്നുള്ള ഒന്നല്ല. ഒരു മതത്തിൻ്റെ ആഘോഷത്തിൽ എല്ലാ മതസ്ഥരും പങ്കുകൊള്ളുന്ന രീതിയിൽ ആഘോഷം ആഘോഷിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. അത് ലോകമെമ്പാടും ശ്രദ്ധിക്കുന്ന ഒന്നുകൂടിയാണ്. അതിനെ തകർക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചില വർഗീയ ശക്തികൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ വേണം. ഇത്തരത്തിലുള്ള ഒരു വർഗീയ ശക്തികളെയും കേരളത്തിൽ വളരുവാൻ അനുവദിക്കരുത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതിൽ കടുത്ത ഭാഷയിലുള്ള വിമർശനം ക്രൈസ്തവ സഭ ഒന്നടങ്കം പങ്കുവെക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. എല്ലായിടത്തും സഭാ മേലധ്യക്ഷന്മാർ തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് രാത്രി ഇപ്പോൾ പലയിടങ്ങളിലായി തിരുവനന്തപുരത്ത് തന്നെ പ്രധാനപ്പെട്ട 3 പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രാത്രി തിരുപ്പിറവിയുടെ ചടങ്ങുകൾ നടക്കുന്നത്. ഇവിടെയെല്ലാം സഭാ അധ്യക്ഷന്മാർ ഇതിലുള്ളൊരു ആശങ്കയും അവരുടെ ശക്തമായ വിയോജിപ്പും രേഖപ്പെടുത്തി തന്നെയായിരിക്കും ക്രിസ്മസിൻ്റെ സന്ദേശം നൽകുക എന്നുള്ളതിൽ സംശയമില്ല. ആ രീതിയിൽ, കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ആ രീതിയിലാണ്. ഇരട്ടത്താപ്പ് നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ മറ്റിടങ്ങളിൽ ക്രൈസ്തവരുടെ ഈ ആഘോഷങ്ങൾ അതിന് നേരെ അക്രമം അഴിച്ചുവിടുന്ന ഒരു രീതി, അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ് നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ BJP സ്വീകരിക്കുന്നത്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഷീജ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ വൈകുന്നേരത്തെ തിരുപ്പിറവിയുടെ ക്രിസ്മസ് സന്ദേശങ്ങളിൽ സഭാ നേതൃത്വം
പിതാക്കന്മാർ അത് പറയുമോ എന്നത്, തുറന്നു പറയുമോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ഈ CBCI മെത്രാന്മാരുമായിട്ടുള്ള ക്രിസ്മസ് വിരുന്ന് നമ്മുടെ മുൻപിലുണ്ട്. ആ ക്രിസ്മസ് വിരുന്നിൽ ബംഗ്ലാദേശിലെയും ശ്രീലങ്കയിലെയും ഒക്കെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന വലിയ ആപത്തുകളെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിക്കുകയുണ്ടായി. പക്ഷേ ക്രിസ്മസ് വിളക്കുകൾ അണഞ്ഞുപോയ മണിപ്പൂരിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. നമ്മുടെ പല സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരിടേണ്ടി വരുന്ന അതിക്രമങ്ങളെക്കുറിച്ച് ഒരക്ഷരം പോലും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ആ നിലപാട് എങ്ങനെ അംഗീകരിക്കപ്പെടും, അതല്ലെങ്കിൽ ആ നിലപാടിനോട് എങ്ങനെ ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റും എന്നതാണ് ഈ ക്രിസ്മസ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. തീർച്ചയായും അത് തന്നെയാണ് ഈ ക്രൈസ്തവ സഭ ഒന്നടങ്കം ചോദിക്കുന്നതും. കാരണം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് എല്ലായിടത്തും ഒരേ രീതിയിൽ പ്രാബല്യത്തിൽ വരുത്തുന്ന രീതിയിലായിരിക്കണം ഒരു നിലപാട് ഒരു വ്യക്തി സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഭരണകൂടം സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് അവരും പറയുന്നത്. കാരണം മനു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന അതിഥികൾക്കൊപ്പം അവരുടെ ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള അധ്യക്ഷന്മാരോട് സംസാരിക്കുമ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ സ്വന്തം രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി എന്താണ് ക്രൈസ്തവർ നേരിടേണ്ടി വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അത് വ്യക്തമായി അറിയുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയങ്ങളിലൊന്നും ഇടപെടുന്നില്ല എന്നൊരു വലിയ ചോദ്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വരുന്നത്. ഏതായാലും ഈ വിഷയങ്ങളിലുള്ള കടുത്ത ആശങ്ക പലയിടങ്ങളിൽ നിന്നായി, ഇപ്പോൾ മണിപ്പൂരിലെ വിഷയം, അതോടൊപ്പം തന്നെ കേരളത്തിൽ പലയിടങ്ങളിലായി ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്താനുള്ള നീക്കം, ഇതിനെതിരെയെല്ലാം ഒരു തരത്തിലുള്ള നിലപാടും സ്വീകരിക്കുന്നില്ല. ഇതിനെതിരെ പ്രതികരിക്കേണ്ട പ്രധാനമന്ത്രി പക്ഷേ ഇതിലൊക്കെ മൗനം സ്വീകരിക്കുന്നു. പക്ഷേ രാജ്യത്തിന് പുറത്തു നിന്നും വരുന്ന അതിഥികൾക്ക് അവരുടെ വിഷയങ്ങളിലുള്ള ഒരു നിലപാട് പറയുമ്പോൾ അത് കേരളത്തിന് അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന് അത് ഏത് രീതിയിൽ പ്രാബല്യത്തിൽ വരുത്തുന്നു എന്നത് ചിന്തിക്കേണ്ടേ എന്നുള്ളത് തന്നെയാണ് ക്രൈസ്തവ സമൂഹം പങ്കുവയ്ക്കുന്ന ആശങ്ക. അതിൽ വലിയ തോതിലുള്ള വിയോജിപ്പും കടുത്ത അതൃപ്തിയും വിമർശനവും തന്നെയാണ് ഉയർന്നു വരുന്നത്. അതിപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല, പലയിടങ്ങളിൽ എവിടെയൊക്കെയാണോ ക്രൈസ്തവർ ഇത്തരത്തിലുള്ള അനീതിക്ക് ഇടയാകുന്നത് അവിടങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള സ്വരങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ക്രിസ്മസ് ദിനത്തിലെ തലേന്നെത്തി നിൽക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഏതായാലും അത് വലിയ തോതിൽ കൂടി വരുന്നൊരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതും. മനു, ശരി ഷീജ, ഏതായാലും ആശങ്കാജനകമായ ഒരു സാഹചര്യം ആ രീതിയിൽ ക്രൈസ്തവർക്ക് നേരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. വലിയ അതിക്രമം നേരിടേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിലടക്കം സംഘപരിവാർ ആ രീതിയിൽ ക്രൈസ്തവ സമൂഹത്തോട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം അത് ചെയ്യാൻ ശ്രമിച്ചവർ ഇന്ന് അഴിയെണ്ണുകയാണ് എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മറ്റിടങ്ങളിൽ അങ്ങനെയല്ല സാഹചര്യം. നമുക്കത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. വടക്കോട്ട് പോയി കഴിഞ്ഞാൽ സാഹചര്യം വളരെ ഗൗരവതരമാണ്. അവിടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ തടയാൻ ശ്രമിക്കുന്നു, സുവിശേഷ ചിന്തകരെ തടയാൻ ശ്രമിക്കുന്നു, അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഇതൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ സംരക്ഷിക്കേണ്ടവർ മൗനം പാലിക്കുകയും അതിന് കണ്ണടച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് അവിടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളം അതിൽ നിന്ന് വേറിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ പാലക്കാട് നല്ലേപ്പള്ളിയിൽ നമുക്കറിയാം, അവിടെയാണല്ലോ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം തടയാൻ ശ്രമിച്ചത് സംഘപരിവാറിൻ്റെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഇപ്പോൾ റിമാൻഡിലാണ്. ഏതായാലും പാലക്കാട് രൂപത ആ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇത് കരുതിക്കൂട്ടിയുള്ള ആക്രമണം എന്നാണ് പാലക്കാട് രൂപത ആ വിഷയത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് ഈ സംഭവമെന്നും ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും സഭ പറഞ്ഞിരിക്കുകയാണ്. അഭിജിത്ത് നമ്മളോടൊപ്പം പാലക്കാട് നിന്ന് ഉണ്ട് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി. അഭിജിത്ത്, അതായത് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത് ഈ നല്ലേപ്പള്ളിയിൽ സ്കൂളിൽ കാരൽ തടയാൻ ശ്രമിക്കുന്ന VHP പ്രവർത്തകരെ നമ്മൾ കാണുന്നത്. പിന്നീട് പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നു. DYFI അടക്കം സൗഹൃദ കരോളുമായി രംഗത്ത് വന്നുകൊണ്ട് നാടിൻ്റെ ഐക്യം അവരോട് പ്രകടിപ്പിക്കുകയാണ്, അവിടുത്തെ ആ കുഞ്ഞുങ്ങളോട് പ്രകടിപ്പിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ പാലക്കാട് രൂപത ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പാലക്കാട് രൂപത ഇന്ന് പ്രതികരണമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തരം വർഗീയ നിലപാടുകൾ ആര് സ്വീകരിച്ചാലും അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് പ്രധാനമായി അവർ മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം വർഗീയ നിലപാടുകൾ സമൂഹത്തിൽ സമാധാനപരമായിട്ടുള്ള നടത്തിപ്പിന് അല്ലെങ്കിൽ ആ മുന്നോട്ട് പോക്കിന് എതിര് നിൽക്കുന്നു. രണ്ട് സംഭവം, ഇന്നലത്തെ സ്കൂളിലെ പുൽക്കൂട് തകർത്തമായ സംഭവം, അതുപോലെ തന്നെ നല്ലേപ്പള്ളി സ്കൂളിലെ സംഭവം ക്രൈസ്തവർക്ക് നേരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണവും വെല്ലുവിളിയും ആണ് എന്നാണ് രൂപത പറയുന്നത്. സമൂഹത്തിലെ മതസൗഹാർദ്ദം നിലനിർത്തുന്ന ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും രൂപത ആവശ്യപ്പെടുന്നു. മനു, ശരി, അഭിജിത്ത് വിവരങ്ങൾ പാലക്കാട് നിന്ന് നൽകിയത്. തിരികെ ഈവനിംഗ് ഡിബേറ്റിലേക്ക് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ക്രിസ്മസ് കാലത്ത്
സർക്കാരിൻ്റെ വിപണി ഇടപെടലാണ്. നമുക്കറിയാം പൊതുവിപണിയിൽ വലിയ വിലക്കയറ്റം രാജ്യത്ത് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനം ആ വിലക്കയറ്റ തോതിലും ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളിലൊന്നാണ്. അതുമാത്രമല്ല, ക്രിസ്മസ് കാലത്ത് പ്രത്യേക ക്രിസ്മസ് ചന്തകളുമൊക്കെയായി സർക്കാർ ശക്തമായ വിപണി ഇടപെടൽ നടത്തിയതോടുകൂടി ഏറ്റവും ഭംഗിയായി, ഏറ്റവും ലാവിഷായി ക്രിസ്മസ് ആഘോഷിക്കാനുള്ള സാഹചര്യമാണ് മലയാളികൾക്ക് ലഭ്യമായിരിക്കുന്നത്. സർക്കാരിൻ്റെ പൊതുവിപണി ഇടപെടലിനെ കുറിച്ച് ഉത്സവ സീസണുകളിൽ സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമാണ് സംസ്ഥാന സർക്കാരിന്റെ സപ്ലൈകോ വിപണന മേളകൾ. പൊതുവിപണിയേക്കാൾ ഏറെ വിലക്കുറവായതിനാൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നവരുടെ തിരക്ക് ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. എങ്ങനെയുണ്ട് വിലയൊക്കെ? വിലയൊക്കെ കുറവാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത് വെച്ച് നോക്കണമെങ്കിൽ വളരെ ലാഭമാണ്. സാധനങ്ങളൊക്കെയും തന്നെ ഇവിടെ ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. പൊതുവെ ഈ ഉത്സവ സീസണിൽ ഔട്ട്ലെറ്റ് കൊടുക്കുന്ന സാധനം വാങ്ങാറുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു ഇടപെടൽ ജനങ്ങൾക്ക് ആശ്വാസം തന്നെയല്ലേ? ആശ്വാസം തന്നെ. നല്ല രീതിയിലുള്ള വിലക്കുറവൊക്കെ ഉണ്ട്. പുറത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും വില സഹായം തന്നെ. 13 സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ സബ്സിഡി ഇതര സാധനങ്ങൾക്കും വലിയ വിലക്കുറവാണ് 6 പ്രത്യേക ഔട്ട്ലെറ്റുകളിലും ഒരുക്കിയിട്ടുള്ളത്. മേള 4 ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആകെ 30 ലക്ഷത്തോളം വിപണനയാണ് ഇതുവരെ നടന്നത്. 13 നിത്യോപയോഗ സാധനങ്ങൾ കൂടാതെ മറ്റ് ഫാസ്റ്റ് മൂവിങ് ഗുഡ്സ് ഐറ്റംസിൻ്റെയൊക്കെ വില തന്നെ വളരെ വ്യത്യാസമുണ്ട്. അത് ജനങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് സപ്ലൈകോയിൽ ഇത്രയധികം വിൽപ്പന കൂടി വരുന്നത് എന്നുള്ളത് പ്രകടമായി നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ജനങ്ങൾക്ക് വലിയ ആശ്വാസം, ഈ പ്രത്യേകിച്ച് ഈ ഉത്സവ സീസണുകളിൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന ആശ്വാസം വളരെ വലുതാണ്. ശബരി ഉൽപ്പന്നങ്ങൾ, FMCG ഉൽപ്പന്നങ്ങൾ എന്നിവ 10 മുതൽ 40% വിലക്കുറവിലും വിൽപ്പന നടത്തുന്നുണ്ട്. ഇതിനു പുറമെ ഫെയറുകളിൽ ഉച്ചയ്ക്ക് ശേഷം 4 മണിവരെ ഫ്ലാഷ് സെയിലും നടത്തുന്നുണ്ട്. കൺസ്യൂമർ ഫെഡിന്റെ പ്രത്യേക വിപണികളും സജീവമായി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ആഘോഷങ്ങൾ അതിപ്പോൾ ഓണമാകട്ടെ, ക്രിസ്മസ് ആകട്ടെ, പെരുന്നാളാകട്ടെ, ഏതുമായിക്കോട്ടെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ് ഇത്തരത്തിലുള്ള സർക്കാർ ചന്തകൾ, സർക്കാരിൻ്റെ വിപണി ഇടപെടലുകൾ. മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തിലുള്ളൊരു നടപടി നമുക്ക് കാണാൻ കഴിയില്ല എന്നതാണ് വസ്തുത. ഏതായാലും ഈ ക്രിസ്മസ് കാലത്തും സർക്കാരിൻ്റെ വിപണി ഇടപെടൽ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും വിലക്കുറവിൽ പോക്കറ്റിന് താങ്ങാവുന്ന രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയുന്നു എന്നത് ഏറെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് അർച്ചന നമ്മളോടൊപ്പം ചേരുകയാണ്. അർച്ചന, അവിടുന്ന് സപ്ലൈകോയുടെ ക്രിസ്മസ് വിപണിയിൽ നിന്നാണ് നമ്മളോടൊപ്പം ചേരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അർച്ചന, എങ്ങനെയുണ്ട് ഈ സപ്ലൈകോയുടെ ക്രിസ്മസ് ചന്തകൾ, സർക്കാരിൻ്റെ വിപണി ഇടപെടൽ ഈ ക്രിസ്മസ് കാലത്ത് വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കുന്നുണ്ടോ സാധാരണക്കാരായ മനുഷ്യർക്ക്? തീർച്ചയായും മനു, മലയാളികൾ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഇപ്പോൾ ഇതാ ഈ വിപണികളെല്ലാം തന്നെ സജീവമാണ്. ഇപ്പോൾ വലിയ തിരക്ക് നമുക്ക് ഈ വിപണികളെല്ലാം തന്നെ കാണാം. നമ്മളിപ്പോഴുള്ളത് എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിലാണ്. ഇത് ക്രിസ്മസിന് തയ്യാറാക്കിയ പ്രത്യേക വിപണിയാണ്. രാവിലെ മുതൽ നല്ല തിരക്കാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 10%, അതായത് നിലവിലെ വിലയിൽ നിന്നും 10% കുറഞ്ഞാണ് ഇപ്പോൾ ഇവിടെ വിൽക്കുന്നത്. അതായത് ഒരു മെഗാ സെയിലാണ്. ഉച്ച 2 മണി മുതൽ 4 മണി വരെ. ഇനിയുള്ള സമയങ്ങളിൽ ആളുകൾ വളരെയധികം വർദ്ധിക്കും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ വിവര പട്ടികയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ എത്രത്തോളം വില കുറവിലാണ് ഇവിടെ സാധനങ്ങൾ കുറച്ച് നൽകുന്നത് നമുക്ക് വ്യക്തമാകും. ജയ അരിക്ക് 33 രൂപയാണ് ഇവിടെ സബ്സിഡിയായി നൽകുന്നത്. അതിൽ പുറത്താണെങ്കിൽ 44 രൂപയാണ്. അത്തരത്തിൽ വലിയ വ്യത്യാസത്തിലാണ് സാധനങ്ങളെല്ലാം നൽകുന്നത്. മാത്രമല്ല, നമുക്ക് ഇവിടെ ഒന്ന് ക്യാമറ ഓടിച്ചാൽ അവിടുത്തെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. എല്ലാ സാധനങ്ങളും കൃത്യമായിട്ടുണ്ട്. അതായത് ക്രിസ്മസിന് വേണ്ട കേക്ക് മുതൽ എന്തൊക്കെയാണോ ക്രിസ്മസ് ആഘോഷിക്കാൻ മലയാളികൾ തേടുന്നത് അതെല്ലാം തന്നെ സപ്ലൈകോയിൽ നിരനിരയായി അടുക്കി വെച്ചിട്ടുണ്ട്. അതിനെല്ലാം തന്നെ ആവശ്യക്കാരും ഏറെയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഏറ്റവും ആശ്വാസകരമാകുന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. സബ്സിഡിയോടെ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് നൽകുന്നതും ഒരുപാട് പേര് ഇപ്പോൾ എത്തുന്നുണ്ട്. രാവിലെ മുതൽ വലിയ തിരക്കായിരുന്നു. ഇപ്പോൾ അല്പമൊന്നും തിരക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി വീണ്ടും ആളുകൾ വരും. കാരണം ഇനിയുള്ള മണിക്കൂറുകളിൽ മെഗാ സെയിലാണ്. 10%-ഓളമാണ് കുറവ് വരുന്നത്. നിലവിലെ സബ്സിഡിയിൽ നിന്നും 10% വിലയേക്കാൾ വീണ്ടും 10% കുറയുകയാണ് ഇനിയുള്ള സമയങ്ങളിൽ, അല്ലേ? അതെ, 2 മണി മുതൽ ഇത്തരത്തിൽ 4 മണി വരെയാണ് അതായത് നിലവിലെ വിവര പട്ടികയിൽ നിന്ന് 10%-ഓളം വില കുറച്ച് നൽകുന്നത്. അത് ഇന്ന് മാത്രമല്ല, ഇനി 30-ാം തീയതി വരെയാണ്, ഈ മാസം 30-ാം തീയതി വരെയാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. ആ 30-ാം തീയതി വരെ അത്തരത്തിൽ 2 മണി മുതൽ 4 മണി വരെ ഏത് സാധനങ്ങൾക്കും 10%-ഓളം വിലക്കുറവിൽ 2 മണി മുതൽ 4 മണി വരെ നൽകും. അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാരുകൾ ഒരുപാട് അറിഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് പരസ്യമായിട്ട് തന്നെ കൊടുക്കാം. ഒരു മിനിറ്റ് അർച്ചന, അതായത്
സപ്ലൈകോയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് ആ സമയം വരെ വിൽക്കുന്ന വിലയിൽ നിന്ന് വീണ്ടും 10% വില കൂടി കുറച്ചാണ് വിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫ്ലാഷ് സെയിൽ എന്നാണ് അതിനൊരു പേര് നൽകിയിരിക്കുന്നത്. ആ രീതിയിൽ 2 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് ചെല്ലുകയാണെങ്കിൽ ഒന്നാമതേ വിലക്കുറവാണ്. ആ വിലക്കുറവിൽ നിന്ന് വീണ്ടും 10% വില കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കഴിയും എന്നതാണ് ഈ സപ്ലൈകോ ചന്തകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് അറിയാത്തവർ ഇതൊരു അറിയിപ്പായി തന്നെ കണക്കിലെടുത്തുകൊണ്ട് സപ്ലൈകോയിലേക്ക് പോകേണ്ടതാണ്. വലിയ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ. അർച്ചന, ഈ പറഞ്ഞതുപോലെ നല്ല വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്നു, എല്ലാ സാധനങ്ങളും ലഭ്യമാകുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. 2 മണി മുതൽ 4 മണി വരെയുള്ള സമയത്തെത്തുകയാണെങ്കിൽ കൂടുതൽ വിലക്കുറവിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങി തിരിച്ചു പോരാം, അല്ലേ? തീർച്ചയായും മനു, അതിനെക്കുറിച്ച് ആളുകൾ തന്നെ പറയും. കാരണം എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് തന്നെയാണ് നമ്മളോട് ഇവിടെ എത്തിയ ആളുകളൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു ചേട്ടൻ സാധനം വാങ്ങി ബില്ലടയ്ക്കാൻ പോകണം. ചേട്ടാ, എല്ലാ സാധനങ്ങളും കിട്ടി? അത്യാവശ്യം എല്ലാം ഉണ്ട്. 18 ഐറ്റത്തിൽ നമുക്ക് 11 സബ്സിഡി ഐറ്റംസ് ആണ് കിട്ടുന്നത്. ഓണത്തിനുള്ളതിനും കൂടുതൽ സബ്സിഡി ഐറ്റംസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും വില കുറവിൽ ലഭിക്കും. ഏറ്റവും അത്യാവശ്യം വില കുറവിലാണ് കിട്ടുന്നത്. ആൾക്കാർ അറിഞ്ഞു വരുന്നുള്ളൂ. ഓണത്തിന് ഇതിലും കുറവായിരുന്നു. ഇപ്രാവശ്യം ഇത് ക്രിസ്മസ് ആയതുകൊണ്ട് ഇത്തിരി കൂടുതലുണ്ട് അത്യാവശ്യം. 2 മണി മുതൽ 4 മണി വരെ 10%, അതായത് ഈ നിലവിലെ വിലയിൽ നിന്നും. അതെ, 31 തീയതി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അതിനുള്ളിൽ എല്ലാവരും വന്ന് കേട്ടറിഞ്ഞു വന്ന് വാങ്ങണം എന്നാണ് പറയാനുള്ളത്. ആശ്വാസമാണ് തീർച്ചയായും. ഇതാണ് നമ്മുടെ ആളുകൾ തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. അത്തരത്തിൽ വലിയ ആശ്വാസമാണ് ഇത്തരത്തിൽ സബ്സിഡിയിൽ സാധനങ്ങൾ നൽകുന്നതെന്നാണ് ആളുകളെല്ലാം പ്രതികരിക്കുന്നത്. നിരവധിയായ ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട്. ഇനി ഇത് അറിഞ്ഞ് കൂടുതൽ ആളുകൾ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ വിപണികളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്രിസ്മസ് വിപണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാത്രിയാകുമ്പോഴാണ്, വൈകുന്നേരം. സംസാരിച്ചോളൂ. ചേട്ടാ, വില എങ്ങനെയുണ്ട്? വില കുഴപ്പമൊന്നുമില്ല. എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. വലിയ ആശ്വാസമാണ്. അതെ. ചേട്ടാ, എങ്ങനെയുണ്ട്? ഈ ക്രിസ്മസ് ആണ്, അപ്പോൾ വിലയൊക്കെ എങ്ങനെ? വിലയേക്കാൾ സാമാന്യം കുറവാണ്. സാധാരണക്കാർക്കൊക്കെ കുറച്ച് ലാഭകരമാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ സാധനങ്ങളും ഉണ്ട്. മിക്കവാറും എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും, പഞ്ചസാര, അരി, മുളക്, തേയില, വെളിച്ചെണ്ണ, എല്ലാം അങ്ങനെ ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ട് ടാക്സിൽ. സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണല്ലേ ഇങ്ങനെ വില കുറവ് കിട്ടും? അതെ. കടകളേക്കാൾ വളരെ 20-25 രൂപയോളം കുറവുണ്ട്. ചെറുപയറൊക്കെ 125ഒക്കെയാണ് പുറത്തെ വില. ഇവിടെ 90 രൂപ. അങ്ങനെ വളരെ സബ്സിഡിയിലാണ് കൊടുക്കുന്നത് സർക്കാർ. വില കുറവ് സംബന്ധിച്ച് സാധനങ്ങളും നല്ലതാണല്ലേ? സാധനങ്ങളും ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഇത്തരത്തിലാണ് മനു. വില കുറഞ്ഞാലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടെ നൽകുന്നത്. നമുക്ക് ഇവിടെ നിന്നും ഓരോ സാധനങ്ങൾ നോക്കുമ്പോഴും ആ ക്വാളിറ്റി വ്യക്തമാകും. അത്തരത്തിൽ ഏറ്റവും ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു സപ്ലൈകോ മാർക്കറ്റിലാണ് നമ്മളുള്ളത്. എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്താണ്. അതായത് എറണാകുളത്ത് അപ്പൻ ഗ്രൗണ്ടിൽ 2 മണി മുതൽ 4 മണി വരെ ഫ്ലാഷ് സെയിൽ നടക്കുന്നുണ്ട്. അതിൽ 10% നിലവിലെ വിലയിൽ നിന്നും 10% കുറഞ്ഞിട്ടാണ് ലഭിക്കുന്നത്. എന്തായാലും എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ, അതായത് അത്തരത്തിലാണ് ഇതിൻ്റെ ക്രമീകരിച്ചിരിക്കുന്നത്. ക്രിസ്മസ് പൊടി പൊടിക്കാൻ ആളുകൾക്ക് ഇവിടത്തേക്ക് വരാം. എറണാകുളത്ത് അപ്പൻ ഗ്രൗണ്ടിലാണ് 4 മണി വരെ ഫ്ലാഷ് സെയിലും നടക്കുന്നുണ്ട്. അടുത്ത ഈ മാസം 30 വരെ ഇതുണ്ടാകും. എന്തായാലും ജനങ്ങൾ ഒഴുകി ഇങ്ങോട്ടേക്ക് എത്തുക എന്നത് മാത്രമാണ് ഇനിയുള്ളത്. ഓക്കെ, താങ്ക് യു അർച്ചന. അർച്ചനയാണ് നമ്മളോട് ഈ സംസാരിച്ചത്. ഈ സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര വിപണിയിൽ നിന്നാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എത്രമാത്രം വിലക്കുറവിലാണ് ആളുകൾക്ക് സാധനം ലഭിക്കുന്നത് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിനി അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമേ ഇല്ല. അവിടെ വന്ന് സാധനം മേടിച്ച് പൈസ കൊടുത്തിട്ട് പോയവരാണ് നമ്മളോട് പറയുന്നത്. ഏറ്റവും നല്ല സാധനം കിട്ടുന്നു, ഏറ്റവും വില കുറച്ച് കിട്ടുന്നു, നല്ല ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, 2 മണി മുതൽ 4 മണി വരെയുള്ള ഈ സമയം ഫ്ലാഷ് സെയിൽ അവിടെ ലഭിക്കുന്നതിനേക്കാൾ വീണ്ടും 10% കൂടി കുറച്ച് നമുക്ക് തരുന്നു. അപ്പോൾ എല്ലാവരും സപ്ലൈകോയിലേക്ക് പോവുക, കൺസ്യൂമർ ഫെഡിലേക്ക് പോവുക. സാധനങ്ങൾ വലിയ വിലക്കുറവിൽ നമുക്ക് ലഭിക്കാം. ക്രിസ്മസ് അടിച്ചു പൊളിച്ച് ഗംഭീരമാക്കാം. വിവരങ്ങളാണ് അർച്ചന നൽകിയത്. ഏതായാലും ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ അവസാനിക്കുകയാണ്.